ഗായ്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേക തരം വീഡിയോ ആണ്. നമുക്ക് കുറച്ച് പണിയുണ്ട്, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് സൽമരൊക്കെ പോകും. ഒക്കെ യൂട്യൂബ് ഫുള്ളായിട്ട് ഇതിൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി ഈ വിറകൊന്ന് കുത്തി ചെറുതാക്കലാണ്. ഫുൾ പരിപാടിയാണ്. ഇവിടുത്തെ വ്ളോഗ് ഫുൾ സെറ്റാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും വിറകൊത്തിനൊന്ന് 2 എണ്ണ മതി. ബാക്കി നമ്മൾ അത്ര സ്ഥലത്ത് പോകുന്നതൊക്കെ സെറ്റാക്കി തരാം. അപ്പോൾ ഓക്കെ ഫുള്ളിൽ നിന്ന് കണ്ട കിഡിലും വൈബാവും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ ഇതപ്പോൾ നമ്മൾ കുറച്ച് കൊത്തി വരുന്നുണ്ട്. പരിപാടി എന്താ വെച്ചാൽ ചേച്ചിൻ്റെ കല്യാണമാണ്. നമുക്ക് വിറക് വേണം എല്ലാം വേണം. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയാണ് വിറക് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല കിഡിലൻ ചാമ്പക്ക നമുക്ക് കിട്ടി. വാവ് വണ്ടർഫുൾ സാധനമാണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും പോയി പറിച്ച് തിന്നുണ്ട്. ഓക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് വേണം. ഓക്കെ അന്തോളൂ. ഇന്നാ വന്നിട്ടുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോൾ ആലോചിക്കും ഇതുപോലെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ കേട്ടോ. പിന്നെ എന്താ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോമഡി പറഞ്ഞല്ലോ, സത്യമായിട്ടും പറഞ്ഞത്. ഇതാണ് ഇമെയിൽ ID. വേണമെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയച്ചോളൂ. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പൊളിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോ ഫുള്ളിൽ നിന്ന് കാണാൻ ശ്രമിക്കാം. കിട്ടില്ലെങ്കിൽ സാധനം ആഡാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ മാക്സിമം നിങ്ങൾ പറ്റുന്ന ഫുൾ ആഡാക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫുള്ള് സെറ്റാക്കിയിട്ട് ഫുള്ള് കയറ്റുക. ഇത് ഫുള്ള് ഞാൻ തന്നെ വിളിച്ചത്. ഓക്കെ തെളിവൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം. ഒന്നാമത്തെ കാര്യം നമ്മളെ ബോഡി സെറ്റോ, രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മളോട് തന്നെ വാല്യൂ കൊടുക്കും. കുട്ടാപ്പി ഉണ്ടാക്കിയല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വലിയ കൊക്കൊക്കെയാണ്. പക്ഷെ അതൊന്നും നോക്കുന്നില്ല. ഓക്കെ പിന്നെ ഇത് ചെറിയ കുട്ടികൾ ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിന് കുറച്ച് പവർ വേണം. ഇതുപോലെ നമ്മൾ സൂമി കെട്ടാം. ഇതുപോലെ പവർ വേണം. അപ്പോൾ ഇത് പക്ഷേ ബുദ്ധിയും ഇവരുള്ളവർ മാത്രമാണ് അനുകരിക്കാൻ ശ്രമിക്കുക. പിള്ളേർക്കൊന്ന് കൊടുത്ത് വെറുതെ സീനാക്കാനൊക്കെ. അപ്പോൾ എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് കുട്ടാപ്പി. പേര് പോലെ തന്നെ ആളൊരു കുട്ടാപ്പിയാണ്. നമ്മളിപ്പോൾ ഗ്യാസ് കുത്തി മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്നലെ കുട്ടാപ്പി ലക്ഷ്മിയുടെ സൗണ്ട് കിട്ടുമെന്ന് പറയുന്നത്. കുട്ടാപ്പി ഗായ്സ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഗ്യാസ് മാറ്റണം. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ കുട്ടാപ്പിയുണ്ട് ഗായ്സ്. ഇന്നലെ പ്രശ്നം വെച്ചാൽ കുട്ടാപ്പി ഇന്നലെ രാത്രി പ്രേച്ച കണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കിടന്നുറങ്ങിയത്. കുട്ടാപ്പി പിന്നെ രാത്രി ആകുമ്പോൾ കുട്ടാപ്പിക്ക് രാത്രി കുറച്ച് വെറുതിരിക്കൽ കൂടുതൽ. മറ്റേ അലിഞ്ച് ഹോസ്പിറ്റലിൽ കൂടെ തന്നെ വെറുതിരിക്കൽ കൂടുതലാണ്. അപ്പോൾ അതാണ് ഇന്നലെ കുട്ടാപ്പിക്ക് ഉണ്ടായത്. ഓക്കെ ഞാൻ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആലോചിക്കാൻ കുറെ വഴികളുണ്ട്. കാരണം ഒരു ഫിലോസഫറാണ്. ഇതിൻ്റെ ഒപ്പം ഉള്ളത് കുട്ടാപ്പി. ഇവൻ 100% മടിയനാണ്. ഞാനും അത്ര മോശമൊന്നുമല്ല. ഞാനൊരു മടിയൻ തന്നെയാണ്. നമ്മുടെ പോരായ്മകൾ നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. അതൊക്കെ പോട്ടെ. ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഗ്യാസ് വേങ്ങൽ. അപ്പൊ ചിന്തിക്കും ഗ്യാസ് എങ്ങനെ വേങ്ങലെന്നല്ലേ. സോ തെറ്റ് എന്റെ അടുത്താണ്. ഞാൻ ഫണ്ടിന് വേണ്ടി തെറ്റിച്ച് പറഞ്ഞത് തന്നെയാണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മുടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിന് പിടിച്ചത് ഒരു മടിയനെ തന്നെയാണ്. ഈ മടി എന്നത് ഒരു വികാരമായി കാണുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ വീഡിയോയും എന്റെ മടിയുമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മടിയെ മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നതൊരു വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മടിയെ നമ്മൾ തന്നെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, മടി എന്ന രോഗം ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കാം എന്നുള്ളതാണ് ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാനും കുട്ടാപ്പിയും വേറെ ചിന്തകൾ ആലോചിച്ചു പോയി. ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പല ആശയങ്ങളും ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ കുട്ടാപ്പിയോടൊപ്പമുള്ള ബൈക്ക് യാത്ര എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്.
ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗ്യാസും കുറ്റിന്റെ ഗോഡൌണിലേക്കാണ്. ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു മടിയന്മാരെ കൊണ്ട് എങ്ങനെ നമുക്ക് പണിയെടുപ്പിക്കാം എന്നുള്ളത്. ആ ദൗത്യം പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെ പറയാം. അയ്യോ ജിമ്മ് മുതലായി. ഇതിന്റെ മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇങ്ങനെ ഒന്നും കുട്ടാപ്പി ചെയ്യാറേ ഇല്ല. അങ്ങനെ കുട്ടാപ്പിയും സമൂഹത്തിന് വേണ്ടി മാറി എന്ന് തന്നെ പറയാം. സാധനം കയറ്റിട്ടാ നമ്മൾ സാധനം കയറ്റി അടുത്ത പരിപാടി പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു വീട് കാണാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞ ഒരു കിടിലം വീട് തന്നെ. എന്തിനാണ് വീട് കാണാൻ പോയത് അതൊക്കെ കൊണ്ട് പറയാം അടുത്ത വീഡിയോയിൽ. നമുക്കൊരു കിടിലം പരിപാടിയാണ് വരുന്നത്, അത് നോക്കാൻ വേണ്ടി പോയതാ ഞങ്ങൾ രണ്ടും കൂടി. എന്ന് പറഞ്ഞാൽ പോരാ, ഒരു മിനി ഹബ്ബ്. ഇത് നമ്മൾ കണ്ടത് ഓൺലൈനിൽ നിന്നാട്ടോ. നമ്മള് പോവാണ്. മീൻ ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് നമ്മളങ്ങനെ അത് കഴിഞ്ഞ് മീനൊക്കെ വാങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അടുത്ത നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഓക്കെ പോയി ജിമ്മിൽ പോയി രണ്ട് ഷോപ്പൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം കംപ്ലീറ്റ് ആക്കിയത് നമ്മൾ എങ്ങനെയാണ്. രാവിലെ തുടങ്ങിയ നമ്മുടെ വെറുക് കൊത്തൽ ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ജിമ്മിലാണ്. എല്ലാവരുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ പകുതി യുവാക്കളുടെ ലൈഫും ഇതുപോലെ തന്നെ ആയിരിക്കുന്ന 100% എനിക്കുറപ്പ്. അപ്പോൾ ശരി, ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായി ഞാൻ വേറൊരു ദിവസം വരാം. ഓക്കെ ബൈ.